ഭഗവാനെ വാഴ്ത്തുന്നു ഏഴയാം ഞാൻ, എൻ്റെ അകതാരിലെഴുന്നള്ളി വാഴണമേ. ഭഗവാനെ വാഴ്ത്തുന്നു ഏഴയാം ഞാൻ, എൻ്റെ അകതാരിലെഴുന്നള്ളി വാഴണമേ. മാലിന്യമാകയും മാറ്റുവതിനുള്ള ജ്ഞാനമെൻ്റെ ആത്മാവിൽ നൽകണമേ. മാലിന്യമാകയും മാറ്റുവതിനുള്ള ജ്ഞാനമെൻ്റെ ആത്മാവിൽ നൽകണമേ. ഭക്തരായുള്ളവർക്കു മുക്തി കൊടുപ്പവനേ, ഭക്തരായുള്ളവർക്കു മുക്തി കൊടുപ്പവനേ. ഭക്തപ്രിയ ഞാനങ്ങേ നിത്യം സ്തുതിച്ചിടുന്നേ, ഭക്തപ്രിയ ഞാനങ്ങേ നിത്യം സ്തുതിച്ചിടുന്നേ. ജ്ഞാനപ്രകാശരൂപ ദിവ്യരജസിൻ കാന്ത, ജ്ഞാനപ്രകാശരൂപ ദിവ്യരജസിൻ കാന്ത, ആത്മാവിൻ രൂപമായി നിത്യം വിളങ്ങണമേ. ആത്മാവിൻ രൂപമായി നിത്യം വിളങ്ങണമേ. ഭഗവാനെ വാഴ്ത്തുന്നു ഏഴയാം ഞാൻ, എൻ്റെ അകതാരിലെഴുന്നള്ളി വാഴണമേ.
ഈ ലോകത്തിൽ അനുഭവമാക്കിയ തിരിച്ചുദയം, അതാണ് ആനന്ദജീവിതം. ആ പൊന്നുതിരൂടൻ ഈ ലോകത്തിലേക്ക് ജന്മമെടുത്തത് കേരളം ഒരു കാലത്തും മറക്കാത്ത 99 വെള്ളപ്പൊക്കം. ഒരു കാലത്തും ആരും മറക്കുകയില്ല. ചരിത്രത്തിൽ ഇടം നേടിയ വെള്ളപ്പൊക്കം. ആ വെള്ളപ്പൊക്ക സമയത്താണ് ഈ ജനനവും സംഭവിക്കുന്നത്. 99 വെള്ളപ്പൊക്കം എന്ന് പറഞ്ഞാൽ പഴയ ആളുകൾക്കെല്ലാം സുപരിചിതമാണ്. ഒരു 40-45 വയസ്സ് വരെയുള്ളവർക്കൊക്കെ കൃത്യമായ ഓർമ്മകളാണ്. കാരണം എപ്പോഴും പറയുന്ന ഒരു കാലയളവായിരുന്നു. പഴയ ആളുകളോട് പ്രായം ചോദിച്ചാൽ 99 വെള്ളപ്പൊക്കം കഴിഞ്ഞ് ഇത്ര നാൾ കഴിഞ്ഞു എന്നായിരുന്നു പറയുന്നത്, അല്ലെങ്കിൽ ഇത്ര നാൾ മുമ്പ്. അങ്ങനെ പറയുന്ന ആ 99 ആത്മബോധോദയ സംഘാംഗങ്ങളെ സംബന്ധിച്ചും മറക്കാനാവാത്ത വർഷമാണ്. അത് വെള്ളപ്പൊക്കം കൊണ്ടല്ല, എമ്മിയാകുന്ന ജഗദീശ്വരൻ സ്വീകരിക്കുവാൻ ഒത്തിരിമുടൽ ലോകത്തിലേക്ക് ജന്മം കൊടുത്ത വർഷമാണ്. ആ 99-ൽ 199 ഇപ്പോൾ 9 വർഷം തികയുന്ന ഈ വേളയിൽ ആ തിരുരൂപത്തെ ഒന്നുകൂടി ഒരുക്കി ഈ സന്നിധാനത്തിലേക്ക് പ്രതിഷ്ഠിച്ചുകൊണ്ട് ഇന്നലെ മുതൽ ആരംഭിച്ച ഈ സർവജ്ഞാനോത്സവം ഇതാ ആത്മലോകത്തിന് ആനന്ദമായി നിലനിർത്തിക്കൊണ്ട് നടത്തുകയാണ്. ഇന്നേ ദിവസവും വന്നു ചേർന്നിരിക്കുന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ ആനന്ദത്തെ നുകർന്നനുഭവിക്കുവാൻ സർവശക്തി അനുഗ്രഹിക്കട്ടെ. ആർത്തിയോടെ, ഭക്തിയോടെ, സങ്കല്പങ്ങളോടെ ഈ സ്തുതിയിൽ നിങ്ങൾ ഇടപെടുക. എല്ലാ ആത്മാക്കളെയും സർവശക്തി ദർശിച്ച് അനുഗ്രഹിക്കട്ടെ. ഈ സ്തുതിയിൽ സൂക്ഷ്മമായും സ്ഥൂലമായും മഹാശക്തിയുടെ എഴുന്നള്ളത്തുണ്ട് എന്ന പരിപൂർണ ബോധ്യത്തോടുകൂടി നിങ്ങൾ ഓരോരുത്തരും സ്തുതി നടത്തണം. അവിടെ ഇവിടെ അലിഞ്ഞു തിരിഞ്ഞ് നടക്കാനല്ല സ്തുതിക്കായിട്ട് വന്നത്. വളരെ ശ്രദ്ധയോടുകൂടി എല്ലാവരും കൃത്യനിഷ്ഠയോടുകൂടി ഇതിനുള്ളിൽ പ്രവേശിച്ച് വളരെ കൃത്യബോധത്തോടുകൂടി ഈ കർമ്മം നിർവഹിച്ചാൽ അതിൻ്റെതായ സൽഫലം അനുഭവിക്കുവാൻ പറ്റും. ഉന്നതമായ നമ്മുടെ രഥവാഹന ഘോഷയാത്രയും പ്രകാശയാത്രയും ആ ജന്മനക്ഷത്ര ഘോഷയാത്രയും ആ ജന്മനക്ഷത്ര ദിനത്തിൽ നമ്മുടെ മഹാഗോപുരത്തിലേക്ക് മഹാദർശന മുദ്രയെ പ്രതിഷ്ഠിക്കുകയാണ് പ്രഭാതത്തിൽ. ആ കർമ്മങ്ങളും എല്ലാം ഒന്നിലൊന്നുപരിയായി നടത്തുവാനും ആനന്ദിക്കുവാനും ഇടയാകും. ആ വിധത്തിലെല്ലാം ആനന്ദമായി ഭവിക്കുവാൻ നിങ്ങളുടെ സ്തുതി ഈശ്വരൻ സ്വീകരിക്കുവാനാകും. പ്രകൃതി ഈ കാണിക്കുന്നതൊക്കെ വികൃതിയാണെന്നൊന്നും ആരും വിചാരിക്കില്ല. എന്നിട്ട് അതിൻ്റെ സന്തോഷം അങ്ങനെ അതിന് കാണിക്കാൻ പറ്റുള്ളൂ. ഇന്നലെ നമ്മൾ ഈ പ്രതിഷ്ഠാകർമ്മം നടക്കുന്ന സമയത്ത് വളരെ തെളിഞ്ഞ അവസ്ഥയായിരുന്നു. സമർപ്പണം കഴിഞ്ഞുള്ള പ്രാർത്ഥന ഓം സർവേശ്വര പറയുകയും മഴ പെയ്യുകയുമാണ്. അതിനർത്ഥം പ്രകൃതി വിരുദ്ധമായി നിൽക്കുന്നതാണ്. നിങ്ങൾക്കിപ്പോൾ യാത്ര ചെയ്യുന്നവർക്ക് ചെറിയ ബുദ്ധിമുട്ടൊക്കെ തോന്നും, മഴ മഴ മഴ. പക്ഷേ അതൊന്നും ഒരു ബുദ്ധിമുട്ടല്ല. ഇത് പ്രകൃതി അതിൻ്റെ ആനന്ദം ഇങ്ങനെയാണ് കാണിക്കുന്നത്. കൂടുതൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധത്തിൽ പ്രകൃതി അടങ്ങട്ടെ. ഉന്നതമായി ഞാൻ എല്ലാ ആനന്ദോത്സവവും എല്ലാ ദിവസത്തെയും കർമ്മങ്ങളും ഒന്നിനൊന്നുപരിയായി നടത്തപ്പെടുവാൻ മഹാശക്തി അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ പരിപാടിയിലും ഒരു പരിസ്ഥിതി സംരക്ഷണം എന്ന പേരിലൊരു സെമിനാറും ഡിസ്പെൻസറുമാണ് പ്രധാനമായിട്ടുള്ളത്. അതിൽ നിങ്ങളെല്ലാവരും പോയി പങ്കെടുക്കണം. കുറച്ച് പേര് സ്തുതിക്കുകയും ബാക്കിയുള്ളവർ അതിലെല്ലാം പോയി പങ്കെടുക്കുകയും വേണം. വളരെ മനോഹരമായി സ്തുതി നടക്കട്ടെ. ഉന്നതനാകുന്ന ദൈവം സ്തുതിയെ സ്വീകരിക്കട്ടെ. സർവശക്തി അവരെയും രക്ഷിക്കുവാനാകട്ടെ. സർവലോക സൃഷ്ടിതാവേ ആത്മനാഥ ദൈവമേ, സർവലോക സൃഷ്ടിതാവേ ആത്മനാഥ ദൈവമേ, ഏഴകൾക്കായി താണിറങ്ങി വാഴ്ച ചെയ്യും ദൈവമേ, കരുണാസമ്പൂർണ്ണനും ഭക്തവത്സലനും ആദിനാഥ
നാഥനും ആത്മാവിൻ്റെ ഉടമസ്ഥനും നിത്യരക്ഷകനുമായി ചിത്തകാരിൽ വാഴുന്ന അടികളുടെ പരമപിതാവായ രക്ഷകനായ ദൈവമേ, അങ്ങേ ഭൂതലമാകത്തെ എഴുതിയിട്ടും തേടിയിട്ടും കാണാതെ ഒരുപാതിലെത്തി അങ്ങേ ആശ്രയിച്ചപ്പോൾ ആ സ്ഥാനം തൊട്ടുകാട്ടിയത് അങ്ങാകുമെന്ന് അറിയുന്നത് ആത്മബോധത്തെ സത്യ ആദർശത്തിൽ കൂടി ആത്മലോകത്തെ ദേവലോകമാക്കി തീർച്ചുകൊണ്ട് 69 ലക്ഷക്കാലം അനവരതം ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ടായിരുന്നു അത് വാണിരുന്നത് അറിയുന്നത്. തിരുവാഴ്ചക്കാലത്ത് തിരുമേനി വേണ്ടതായ നിയമവും നാമവും കൽപ്പനകളും ദാനം ചെയ്തായിരുന്നു ആത്മലോകത്തെ ദേവരത്തിൽ വേദബുദ്ധികളകറ്റി ഏകത്വമായ ബോധമാക്കി തീർക്കുന്നത് എന്നറിയുന്നത് അറിയുന്നത്. ആത്മബോധം ആത്മാവിൽ ഭവിക്കുവാനുള്ള നിയമവും നാമവും കൽപ്പനകളും എല്ലാം ഒന്ന് ദാനം ചെയ്തത് അറിയുന്നത്. പൊന്നമ്പോറ്റ് തിരിച്ചെഴുന്നത് വാഴുവാൻ നിയമം പാസാക്കി പ്രകാരം തിരിച്ചുദയമായി 26 സംവത്സരക്കാല അത്ഭുത വാഴ്ച നടത്തിയ ആ പൊന്നോപുരാന്റെ ഉത്രാടം ശതാബ്ദി വർഷമാകുന്നതെന്ന് അറിയുന്നത്. പൊന്നമ്പോറ്റി തിരുശരീരങ്ങൾ മാറി മാറി ഇന്നും ഒരു പൊൻതിരുവള്ളിൽ വാണിരുന്നുകൊണ്ട് അത് ആനന്ദോത്സവമായി കൊണ്ടാടുന്നതെന്ന് അറിയുന്നത്. ഓരോ ശാഖാ ആശ്രമങ്ങളിലും നവരാന തിരുനാമത്തിൽ രഥവാഹന ഘോഷയാത്രയും ആനന്ദോത്സവവും എല്ലാം നടത്തപ്പെട്ടു എന്നറിയുന്നത് അറിയുന്നത്. അതിൻ്റെ സമാപനമാകുന്ന ഇതാ ഈ ഇന്നലെ പൊന്നമ്പുരാൻ തിരുവെഴുന്നള്ളത്തായി വന്ന് തുടക്കം കുറിച്ചതായ ഈ ആനന്ദോത്സവത്തിൻ്റെ ആ മാധുര്യയിൽ പൊന്നമ്പുരാനെ ഇന്ന് 2ാം സുദിനമാകുന്നു എന്നുള്ളതാണ്. ഇന്നലെ നടക്കേണ്ടതായ സർവകർമ്മങ്ങളും ഒരു മുടക്കവും കൂടാതെ ഈയുള്ള പൊന്നമ്പുരാനെ തന്നെ മുൻപനായി എഴുന്നള്ളി നിലനിന്നുകൊണ്ട് നടത്തി തന്നു എന്നൊക്കെ പറയുന്നത്. ഇന്നിപ്പോൾ ഇതാ മംഗളപ്രതിഷ്ഠ കഴിഞ്ഞ് സ്തുതികളൊക്കെയും നടന്നുകൊണ്ടിരിക്കുന്നു എന്നു കാണുന്നുണ്ടോ. ഇതിനുള്ളിൽ പൊന്നമ്പുരാന്റെ വേദാന്ത പഠനശാലയിലെ കുഞ്ഞുങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊരു ക്വിസ് മത്സരം നടത്തുന്നു എന്നുള്ളതാണ്. ഓരോ കുട്ടികളിലും അങ്ങ് എഴുന്നേറ്റ് നിലനിന്നുകൊണ്ട് അതിൻ്റെ ആൻസറുകൾ തെറ്റാതെ കണ്ട് പറയുവാൻ തക്കവണ്ണം പ്രചോദനമായി തമ്പുരാനുമായി മാറാറുണ്ട്. നടത്തുന്ന ആ ടീച്ചറെയും കാണുന്നത് തന്നെയുള്ള ദൈവമേ, സ്വകാര്യങ്ങളെല്ലാം പൊന്നമ്പുരാന്റെ പ്രകാരങ്ങൾ കരുതി ഇത് വൻ വിജയമായി തീർക്കുവാൻ ഇതിന് സഫലമാകുന്നു. അതിനുവേണ്ടി വാഴുന്ന പരമപിതാവായ ജ്ഞാനവേദന കഴിയുന്ന വിശ്വസിക്കുന്നു. ഇതുമാരുള്ള വിശ്വാസത്തോട് ആശ്രയത്തോട് ജ്ഞാനത്തോടുകൂടി സമസ്തവും മണ്ഡലീയമായി ആദ്യത്തെ ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഭഗവാൻ ശിവാനന്ദ ഗുരുദേവൻ മഹൽ ദർശനം ലഭിച്ചത് നമുക്കെല്ലാം അറിയാം അല്ലേ? മഹൽ ദർശനം ലഭിച്ചപ്പോൾ അത് എത്ര ദിവസമാണ് നീണ്ടു നിന്നത്? 3 ദിവസം. കറക്റ്റ് ആൻസർ ആണ്. ഒരു നല്ല കയ്യടി കൊടുക്കുക. അടുത്ത ക്വസ്റ്റ്യൻ. ഭഗവാൻ സദാനന്ദ സിദ്ധ ഗുരുദേവന്റെ പൂർവനാമം എന്തായിരുന്നു? രാഘവൻ. കറക്റ്റ് ആൻസർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ആത്മബോധോദയ സംഘത്തിന്റെ വിശ്വാസം എന്താണ്? കറക്റ്റ് ആൻസർ ആണ്. ആൻസർ കറക്റ്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഗുരുപ്രസാദ് ഗുരുദേവനെ അമ്പൂറ്റി സ്നേഹപൂർവ്വം വിളിച്ചിരുന്ന പേരെന്താണ്? സ്നേഹപൂർവ്വം ഏത് പേരിലാണ് വിളിച്ചിരുന്നത്? ഗുരുപ്രസാദ് അമ്പൂറ്റിയെ വലിയ പോറ്റി ശിവാനന്ദ ഗുരുദേവൻ സ്നേഹപൂർവ്വം വിളിച്ചിരുന്ന പേരെന്താണ്? പാസ് ചെയ്യാണ് ക്വസ്റ്റ്യൻ. പേരു. കറക്റ്റ് ആൻസർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഭക്തരുടെ എപ്രകാരമുള്ള ഹൃദയത്തിലാണ് ഭഗവാൻ വസിക്കുന്നത്? ഏത് ഹൃദയത്തിലാണ് ഭഗവാൻ വസിക്കുന്നത്? ജ്ഞാനഹൃദയം. കറക്റ്റ് ആൻസർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഭഗവാന്റെ ദർശന മുദ്രയിലെ ചിഹ്നങ്ങൾ ഏതെല്ലാം? നീലവൃത്താകാരം, പാലടി വീശുന്ന ശിവശങ്കർ, മുക്കോണായ 3 നക്ഷത്രങ്ങൾ, അർദ്ധചന്ദ്രകല, ബാലാന്തരം. കറക്റ്റ് ആൻസർ
രൂപാന്തരപ്പെടുന്നത് എന്തിനാലാണ്? ജ്ഞാനത്താലാണ് ഭഗവാൻ നമ്മളിൽ വസിക്കുന്നത്. ജ്ഞാനഹൃദയത്തിലാണ്. ജ്ഞാനഹൃദയം രൂപാന്തരപ്പെടുന്നത് ഭഗവാന്റെ അറിവിനാൽ തന്നെയാണ്. നമ്മുടെ അമ്പൂറ്റി സ്ഥാപിച്ച സംഘടനയുടെ പേര് ആത്മബോധോദയ സംഘം. ആനന്ദജി അമ്പൂറ്റിയുടെ ജന്മനക്ഷത്രം ഏതാണ്? ആനന്ദജി അമ്പൂറ്റിയുടെ ജന്മനക്ഷത്രം ഏതാണ്? ഉത്രാടം. കറക്റ്റ് ആൻസർ. അമ്മമാരൊന്നും കുഞ്ഞുങ്ങളെ സഹായിക്കട്ടെ. ഗുരുപ്രസാദ് അമ്പൂറ്റിയുടെ നക്ഷത്രം ഏതാണ്? പൂരാടം. കറക്റ്റ് ആൻസർ ആണ്. നമ്മുടെ കൊടിയുടെ നിറങ്ങൾ അറിയാവോ? പറഞ്ഞേ. വെരി ഗുഡ്. നല്ലൊരു ക്ലാസ് കൊടുത്തു. ഗുരുപ്രസാദ് അമ്പൂറ്റിയുടെ അച്ഛൻ്റെ അമ്മയുടെ കറക്റ്റ് ആൻസർ ആണ്. അമ്പൂറ്റിയുടെ താരാസ്ഥിതിക്ക് എത്ര ദിവസം മുന്നോട്ടെടുക്കണം? 2 പേര് കഴിഞ്ഞു. 2 പേര് ഒരേപോലെ. ആദ്യം കൈപൊക്കുന്ന ആൾക്കായിരിക്കും ആദ്യം കൈപൊക്കണേ. കളിക്കട്ടെ. അമ്പൂറ്റിയുടെ താരാസ്ഥിതി ഒരു വർഷത്തിൽ എത്ര തവണ നടക്കും? എത്ര തവണ നടക്കും? 4 തവണ. 2 പേരും. എ ഗ്രൂപ്പിനോടാണ്. ഇന്ദ്രിയങ്ങളുടെ നാഥൻ ആരാണ്? മനസ്സ്. കറക്റ്റ് ആൻസർ ആണ്. നല്ലൊരു ക്ലാസ് കൊടുക്കാം. അടുത്തത് ഏറ്റവും ഉന്നതമായ ആചാര്യപടി ഏത്? ഏറ്റവും ഉന്നതമായ ആചാര്യപടി ഏത്? ആചാര്യപടികളിൽ ഏറ്റവും ഉന്നതമായത് ഏത്? ഏറ്റവും ഉന്നതമായ ആചാര്യപടി ഏത്? ഇന്ന് പറഞ്ഞാൽ മതി. ഇന്ന് പറഞ്ഞാൽ എന്നെ കണ്ടാൽ ഇന്ന് പറഞ്ഞാൽ പാസ് ചെയ്യണ്ട. അറിയാമോ ഏറ്റവും ഉന്നതമായ ആചാര്യപടി? പരമാചാര്യൻ. അടുത്ത ക്വസ്റ്റ്യൻ. കലിയുഗത്തിന്റെ മോക്ഷ വ്യവസ്ഥ ഏതാണ്? നാമസങ്കീർത്തനം. കറക്റ്റ് ആൻസർ. നല്ലൊരു ക്ലാപ്പോട്. പിന്നെ മൈക്ക് ചേർത്ത് വെക്കാം. മൈക്ക് നല്ല സൗണ്ട് ഉണ്ട്. മൈക്ക് ചേർത്ത് വെച്ചിട്ട് വേണം കേട്ടോ. അഷ്ടാംഗരാഗ ദോഷങ്ങൾ ഏതെല്ലാം? മതം, മാത്സര്യം, രാഗം, ദ്വേഷം, കാമം, ക്രോധം, ലോഭം, മോഹം. കറക്റ്റ് ആൻസർ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ. അഷ്ടൈശ്വര്യങ്ങൾ ഏതെല്ലാം? അനിമ, മഹിമ, ഹിമ, എരിമ, ഈശ്വരൻ, ഈശ്വരൻ, പ്രാപ്തി, പ്രാപ്തി. എല്ലാവരും കേട്ടോ? ആൻസർ കേട്ടോ? അണിമ, മഹിമ, ലഹിമ, ഗരിമ, ഈശിത്വം, വശിത്വം, പ്രാപ്തി, പ്രാകാശ്യം. ഇത്രയുമാണ് അഷ്ടൈശ്വര്യങ്ങൾ. അടുത്ത ക്വസ്റ്റ്യൻ. ആചാര്യപടികൾ ഏതെല്ലാം? ഭക്തൻ, പ്രവർത്തകൻ, പ്രചാരകൻ, സഭാചാര്യൻ, നിയമാചാര്യൻ, നാമാചാര്യൻ, പരമാചാര്യൻ. നല്ലൊരു ക്ലാസ് കൊടുക്കണം. അടുത്ത ക്വസ്റ്റ്യൻ.
സഞ്ചാരി ആരാണ്? മനസ്സ്. ആരാണ് നമ്മുടെ ശരീരമാകുന്ന രഥത്തിൽ വസിക്കുന്നത്? ആത്മാവ്. എല്ലാവർക്കും പറയാം. പാസ് ചെയ്യണം, പാസ് ചെയ്യണം. പാസ് ചെയ്തിട്ട് പാസ് ചെയ്യണം. ആത്മാവ് ശരീരമാകുന്ന രഥത്തിലെ സഞ്ചാരി ആരാണ്? ഓഡിയൻസ്. പരമാത്മാവ് അല്ലെങ്കിൽ ഈശ്വരൻ. നാഗാർജുന എന്ന ആയുർവേദ കമ്പനി പുതിയതായി ഈ നമ്മുടെ ആയുർവേദ ആശുപത്രിയിൽ ഔഷധ സസ്യ നട്ട് പുതിയ പദ്ധതിക്ക് രൂപം നൽകുകയാണ്. ആ പദ്ധതിയുടെ ഔപചാരികമായ വിതരണോദ്ഘാടനം നമ്മുടെ എല്ലാമായ നമ്മുടെ അമ്പൂറ്റിയുടെ തൃക്കരങ്ങളാൽ ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. അതിനുശേഷം ഈ ഔഷധ സസ്യ പ്രോജക്റ്റ് അവതരണം ഈ നാഗാർജുന ആയുർവേദത്തിൻ്റെ റീജിയണൽ മാനേജർ ശ്രീകുമാർ സാറിലൂടെ നിർവഹിക്കപ്പെടുകയാണ്. ഇപ്പോൾ ഈ വേദിയിൽ ഭഗവാന്റെ തൃക്കരങ്ങളാൽ ഔഷധ സസ്യ വിതരണോദ്ഘാടനം ആ ചടങ്ങ് നിർവഹിക്കപ്പെടുകയാണ്. അതിനു വേണ്ടി ഭഗവാനെ അത് ഏറ്റുവാങ്ങുന്നതിന് വേണ്ടി നമ്മുടെ ഗോപുരത്തിൻ്റെ അതിനുവേണ്ടി ഭഗവാൻ ഈ ലോകത്ത് നിന്നും കണ്ടെടുത്ത നമ്മളെല്ലാം വളരെ സ്നേഹത്തോടും ബഹുമാനത്തോടും നോക്കിക്കാണുന്ന ആത്മദീപ എന്ന ഉത്തമ ജന്മം, ആ ജന്മത്തിൻ്റെ കൈകളിലേക്ക് ഭഗവാൻ ഈ ഔഷധ സസ്യം നൽകിക്കൊണ്ട് ഇതിൻ്റെ വിതരണ ഉദ്ഘാടനം ഇവിടെ നിർവഹിക്കപ്പെടുകയാണ്. അതിനുവേണ്ടി ഏറെ ആദരവോടെ പ്രാർത്ഥനാപൂർവം ഭഗവാനെ ആ കർമ്മത്തിലേക്ക് അവിടുത്തെ നിയോഗപ്രകാരം അടിയൻ ക്ഷണിക്കുകയാണ്. പ്രകൃതിക്കുൾ പ്രകൃതിയായി വാഴുന്ന ശക്തിയെ, പ്രകൃതിക്കുൾ പ്രകൃതിയായി വാഴുന്ന ശക്തിയെ, പ്രകൃതീശ്വരാങ്ങേ കൈതൊഴുന്നേ, പ്രകൃതീശ്വരാങ്ങേ കൈതൊഴുന്നേ. സ്ഥൂല പ്രകൃതിയായി സൂക്ഷ്മ പ്രകൃതിയായി, സ്ഥൂല പ്രകൃതിയായി സൂക്ഷ്മ പ്രകൃതിയായി വാഴുന്ന ശക്തിയെ കൈതൊഴുന്നേ, വാഴുന്ന ശക്തിയെ കൈതൊഴുന്നേ. ആത്മാവിന്റെ ഉടമസ്ഥനും രക്ഷകനും
സർവപ്രകൃതി പ്രപഞ്ചത്തിൻ്റെ ഉൽപ്പത്തിരൂപനും സർവപ്രപഞ്ചത്തിലും സ്തുതിയായി നിലകൊള്ളുന്ന പരമപിതാവായ പരിശുദ്ധമുള്ള ദൈവമേ, സൃഷ്ടിയുത്ഭവ കാരണഭൂതനാകുന്ന സൽഗുരു കലിയുഗത്തിൽ നാമസങ്കീർത്തനമായി ശിവാനന്ദനാമത്തിൽ തിരുവതാരം ചെയ്ത് പരമോത്കൃഷ്ടമായ ആദർശത്തെ ഈ ഭൂതലത്തിൽ സ്ഥാപിച്ചുകൊണ്ട് വാഴുന്ന പരിശുദ്ധമുള്ള ദൈവമേ, പ്രകൃതി പുരുഷനാവുന്ന അങ്ങയുടെ കർമ്മപ്രകൃതിയായി നിലകൊള്ളുന്ന ഈ ലോകപ്രകൃതിയിൽ അങ്ങയുടെ അവതാര വാഴ്ചയിലൂടെ സർവസൃഷ്ടികളെയും അന്യോന്യം ബോധ്യപ്പെടുത്തുവാനും സർവത്തിലും വാഴുന്ന അങ്ങയുടെ ജ്ഞാനരൂപത്തെ തെളിയിക്കുവാനും സർവജ്ഞാനം ഉപദേശിച്ചുകൊണ്ട് വാഴുന്ന കരുണയുള്ള ദൈവമേ, അങ്ങയുടെ സർവജ്ഞാനത്തിന്റെ പ്രകൃതിയാകുന്നു ഈ കാണുന്ന സൃഷ്ടികളെല്ലാം എന്നതിനുള്ള സർവചരാചരിലും വാഴുന്ന സർവശക്തിയെ അങ്ങയെ പൂജിക്കുന്നതാകുന്നു പ്രകൃതി പൂജ എന്നൊക്കെ നമ്മൾ അറിയുന്നു. പ്രകൃതി പൂജയിലൂടെ പൂജനീയമാകുന്നത് അങ്ങയുടെ തൃപ്പാദമാണെന്നൊക്കെ നിങ്ങൾ അറിയുന്നത്. സർവജ്ഞാനോത്സവത്തിന്റെ മഹോന്നതമായ ഈ പുണ്യദിനത്തിൽ ഇപ്രകാരം പ്രകൃതിയെ സ്നേഹിക്കുവാനും പ്രകൃതിയെ സംരക്ഷിക്കുവാനും പ്രകൃതിയിൽ നിന്നും സർവവും ഭുജിക്കുന്ന മർത്യജന്മങ്ങളുടെ കർത്തവ്യബോധത്തെ ബോധ്യപ്പെടുത്തുവാൻ ഇപ്രകാരമുള്ള ഒരു മഹനീയ കർമ്മത്തെ ഒരുക്കി തന്ന പരിശുദ്ധമുള്ള ദൈവമേ, ഉൾപ്രകൃതിയാകുന്ന പ്രകൃതീശ്വരനാകുന്നു പ്രത്യക്ഷമായ ഏഴുകൾക്ക് മുമ്പിൽ വാഴുന്നതെന്നൊക്കെ നിങ്ങൾ അറിയുന്നു. സർവശക്തിയായി വാഴുന്ന ഒരാശക്തി ഈ മഹനീയ കർമ്മങ്ങളെ തൃക്കരങ്ങൾ കൊണ്ട് ഏഴുകൾക്കായി നടത്തിത്തരുവാൻ യാചിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് പ്രാർത്ഥനകളെ പരമപാതാരവിന്ദങ്ങളിൽ ഭക്തിയോടെ സമർപ്പിക്കുന്നു. കോടാനുകോടി ജന്മം ഭൂമിയിലെടുത്തു ഞാൻ, കലിയുഗേ മർത്യജന്മം കരുണയാൽ ദാനം ചെയ്തു. വിശിഷ്ട വ്യക്തികൾക്കും ഭഗവത് നാമത്തിൽ നമസ്കാരം അറിയിച്ചുകൊണ്ട് ക്ഷണിക്കപ്പെട്ടിരിക്കുന്ന കുഞ്ഞുങ്ങൾക്കും അധ്യാപകർക്കും എല്ലാം നമസ്കാരം. ഉന്നതനാകുന്ന ഗുരു അവതാരമായി വന്ന് അറിയിച്ച അറിവുകളിലെ 2 വരികളാണ് ഞാനിപ്പോൾ ഇവിടെ കേൾപ്പിച്ചത്. കോടാനുകോടി ജന്മമെടുത്ത് ഭൂമിയിൽ ജീവിച്ചിരുന്ന ആത്മാവാണ് അന്ത്യത്തിൽ മനുഷ്യനായി രൂപാന്തരപ്പെടുന്നത് എന്നത് പുരാണങ്ങൾ പഠിച്ചിട്ടുള്ളവർ കൃത്യമായിട്ട് അറിയാം. ജഗദീശ്വരൻ ഈ ലോകത്തിൽ ശുഭാനന്ദനാമത്തിൽ അവതാരമായി വന്നറിയിച്ചതും അതുതന്നെയാണ്. ശാസ്ത്രം ഇന്ന് പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ കണ്ടുപിടിക്കപ്പെടുന്നതും അതുതന്നെയാണ്. ഏതാണ്ട് 84 ലക്ഷത്തിൽ പരം യോനികളിലൂടെ കടന്നു വന്നിട്ടാണ് ഒരു ജീവൻ ആത്മാവായി രൂപാന്തരപ്പെട്ട് മനുഷ്യനായിത്തീരുന്നത്. ആ വിധത്തിൽ രൂപാന്തരപ്പെട്ട് വരുന്നത് എവിടെ നിന്നാണ്, എങ്ങനെയാണ്, അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. കാരണം ഈ 84 ലക്ഷം എന്ന് പറയുന്നത് ഈ പ്രകൃതി കാണുന്ന ഓരോ ജീവരാശികളുമാണ്. സസ്യങ്ങളും ജന്തുക്കളും പറവകളും ഈ കാണുന്നതെല്ലാം ആ 84 ലക്ഷത്തിൽപ്പെടും. ഇതിൽ കൂടി കടന്ന് വന്നാണ് നമ്മളൊരു മനുഷ്യനായി തീർന്നിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സർവാധികാരം ഇന്ന് മനുഷ്യർക്കുണ്ട്. എന്നാൽ ഈ അധികാരത്തെ ദുർവിനിയോഗം ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്ന ആപത്കരമായ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പലവിധ കാര്യങ്ങൾ. ചൂട് വർദ്ധിക്കുന്നതായാലും വെള്ളപ്പൊക്കം ഉണ്ടാകുന്നതായാലും ഭൂകമ്പം ഉണ്ടാകുന്നതായാലും ഒക്കെ ക്രമാതീതമായ ദുരുപയോഗം അതുകൊണ്ട് മാത്രം ഉണ്ടാകുന്നതാണ്. അപ്പം അതിനെ നിയന്ത്രിക്കണമെങ്കിൽ നമുക്ക് പ്രകൃതിയോട് സ്നേഹമുണ്ടാകണം. ആ പ്രകൃതിയോടുള്ള സ്നേഹം ഉണ്ടാകണമെങ്കിൽ നമ്മൾ കാര്യസാധ്യത്തിന് വേണ്ടി എന്തെങ്കിലും ചിന്തിച്ചാൽ ആ സ്നേഹം ഉണ്ടാവുകയില്ല. ഇപ്പം നമ്മളൊരു ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഒരു മാനേജറുണ്ടാവും, അതിന് താഴെ ഉദ്യോഗസ്ഥന്മാരുണ്ടാകും, തൊഴിലാളികളുണ്ടാകും. ഈ തൊഴിലാളികൾക്ക് മാനേജറോടൊരു ബഹുമാനവും സ്നേഹവും ഉണ്ടാകും. എപ്പോൾ വരെയാണ്? അദ്ദേഹത്തിൽ നിന്നാണ് നമുക്ക് ധനം ലഭിക്കേണ്ടത്, ആനുകൂല്യങ്ങളൊക്കെ ലഭിക്കേണ്ടത്, ലീവ് സാങ്ഷൻ ആകേണ്ടത്, അങ്ങനെ പല കാര്യങ്ങൾ നമുക്ക് സാധിക്കാനുള്ളത് കൊണ്ട് അദ്ദേഹത്തോടൊരു സ്നേഹം. ആ സ്നേഹം യഥാർത്ഥമായ സ്നേഹമല്ല. യഥാർത്ഥമായി സ്നേഹിക്കുന്നവരുണ്ട്, ഇല്ലെന്നല്ല, എങ്കിലും അത് യഥാർത്ഥമായ സ്നേഹമല്ല. കാരണം അദ്ദേഹം പറയുന്ന ശകാരവാക്കുകളും അദ്ദേഹത്തിൻ്റെ ചില നടപടികളുമൊക്കെ
സഹിച്ചും ക്ഷമിച്ചുമാണ് തൊഴിലാളികൾ അവിടെ ജീവിക്കുന്നത്. പിന്നെ സ്നേഹം അവർ അഭിനയിക്കുകയാണ്. അത് യഥാർത്ഥമായ സ്നേഹമാണ്. അദ്ദേഹം അതിൻ്റെ നടത്തിപ്പിന് വേണ്ടിയാണ് തൊഴിലാളികളോട് ശകാരം ചെയ്യുന്നത്. പല വിധത്തിലുള്ള കാര്യങ്ങൾ അവരെ നിർബന്ധിക്കുന്നു, അദ്ദേഹത്തിന് കൂടുതൽ ഉൽപ്പന്നങ്ങൾ ഉണ്ടാകുന്നതിന് വേണ്ടി. ഇത് തൊഴിലാളികളുടെ ഇടയിൽ വിരുദ്ധമായ ചിന്ത ഉണ്ടാക്കാനിടയുണ്ട്, സ്നേഹം കുറയാനിടയുണ്ട്. പക്ഷേ ഇത് ഒരിക്കലും സ്നേഹക്കുറവ് അവർ പ്രകടിപ്പിക്കുകയില്ല. കാരണം നാളെ ശമ്പളം തരേണ്ട അദ്ദേഹമാണെന്നുള്ള ഓർമ്മയുള്ളതുകൊണ്ട്. ഇത് താൽക്കാലികമായ സ്നേഹമാണ്. ഇത് ഈ ജോലി കഴിഞ്ഞ് അവർ പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും ഈ ആളുകളോട് ഒരു സ്നേഹവും തോന്നുകയില്ല. വളരെ അപൂർവ ആളുകൾക്ക് മാത്രം ആ സ്നേഹം നിലനിൽക്കും. ഇതുപോലെ നമ്മൾ കാര്യസാധ്യത്തിന് വേണ്ടി പ്രകൃതിയെ സ്നേഹിച്ചാൽ അത് സ്നേഹമാവുകയില്ല. ഇപ്പം നമ്മൾ കൃഷി രീതികൾ പോലും മാറിപ്പോയത് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാകും. നമ്മുടെ തെങ്ങുകൾ വെട്ടി റബ്ബറുകൾ വെച്ചു. എത്രയോ ഭൂമിയാണ് റബ്ബർ കൊണ്ട് നിറഞ്ഞത്. ഇപ്പോൾ ഒരറ്റത്തും വീണ്ടും വെട്ടി തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ വില കുറഞ്ഞപ്പോൾ അത് വെട്ടി. അപ്പോൾ ഈ ലാഭേച്ഛയോടുകൂടി ചെയ്യുന്നതൊന്നും പ്രകൃതി സ്നേഹമാണെന്ന് പറയാൻ പറ്റുകയില്ല. പ്രകൃതിയെ സ്നേഹിക്കുന്ന അതിൻ്റെ തനതായ ക്ഷമത അല്ലെങ്കിൽ അതിൻ്റെ രീതി മനസ്സിലാക്കിക്കൊണ്ട് ഉന്നതമായ വിധത്തിൽ അതിനെ നിലനിർത്തിക്കൊണ്ടു പോകുവാൻ കഴിയുമ്പോഴാണ് യഥാർത്ഥമായ സ്നേഹമാകുന്നത്. അവിടെ നിഷ്കളങ്കത വളരെ അനിവാര്യമാണ്. ഏത് കാര്യത്തിനും അത് അനിവാര്യമാണ്. നിഷ്കളങ്കതയോടുകൂടി പഴയ കാലത്തെ കൃഷിക്കാർ അവരുടെ പറമ്പിൽ എല്ലാവിധത്തിലുമുള്ള സസ്യങ്ങളെ പരിപാലിക്കുമായിരുന്നു, നട്ടുവളർത്തുമായിരുന്നു. അതിനോട് ഓരോന്നിനോടും വളരെ സ്നേഹത്തോടെയാണ് ഇടപെടുന്നത്. അവരുടെ വീട്ടിലെ ചർച്ചാ വിഷയങ്ങളിൽ ആ സസ്യങ്ങളെക്കുറിച്ചും ഉണ്ടാകും. ഇന്ന് സിനിമയിലെ നടീനടന്മാരെയോ അല്ലെങ്കിൽ നാടകത്തിലെ നടീനടന്മാരെയോ അല്ലെങ്കിൽ അതുപോലെയുള്ള ആളുകളെയോ പറ്റി വീടുകളിൽ സംസാരിക്കുന്ന സമയത്ത് അന്ന് വൃക്ഷങ്ങളെപ്പറ്റി നമ്മൾ ഇത്ര നാൾ മുമ്പ് നട്ടതല്ലേ അത് ഇന്നതുപോലെ ആയി അല്ലെങ്കിൽ ഇന്നതുപോലെ നിൽക്കുന്നു, ഇതൊക്കെ ഭവനത്തിലെ ചർച്ചാ വിഷയങ്ങളായിരുന്നു. അവിടെയും പ്രകൃതിയോടുള്ള ആ ബന്ധം ആ കുഞ്ഞുങ്ങളിലേക്കും അത് പകർത്തപ്പെടുകയാണ്. ഭാര്യയും ഭർത്താവും കൂടി ഇത് പറയുമ്പോൾ കുഞ്ഞുങ്ങളും കേൾക്കും. ഇതൊരു പ്രത്യേക ജീവിതം ചര്യയായിരുന്നു ആ കാലത്ത്. അതൊക്കെ മാറി മറിഞ്ഞ് ഇപ്പോൾ നമുക്ക് സംസാരിക്കാൻ സമയമില്ല. ഓരോരുത്തർക്കും അവരവരുടേതായ ലോകമാണ്. പ്രകൃതിയിൽ നിന്ന് വളരെ വിരുദ്ധമായ രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. അവിടെ നമ്മൾ തിരിഞ്ഞു ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ്. ഉന്നതമായ നിലയിൽ ഈ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുവാനുള്ള ഒരു പ്രത്യേക താല്പര്യം ഓരോ ഹൃദയങ്ങളിലും ഉടലെടുക്കേണ്ടത് അത്യാവശ്യമായിരിക്കുന്നു. ഇന്ന് ഈ സർവജ്ഞാനോത്സവത്തിൻ്റെ 2ാം ദിനത്തിൽ പ്രകാരം ഒരു കർമ്മ പരിപാടികൾ ആസൂത്രണം ചെയ്തു ഔഷധ സസ്യങ്ങളുടെ ഒരു ഉദ്യാനം നമ്മുടെ ഈ സ്ഥാപനത്തോട് ചേർന്ന് നിർമ്മിക്കാനാണ് നമ്മൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. അതോടൊപ്പം നാഗാർജുന കൊണ്ടുവന്നിരിക്കുന്ന ചില ഔഷധ സസ്യങ്ങൾ നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ അത് വാങ്ങിക്കൊണ്ട് പോകാനും പറ്റും. അപ്പോൾ നമുക്കൊരു ഔഷധ സസ്യ ഉദ്യാനം വേണം. അത് നമ്മുടെ മഹാഗോപുരം നിർമ്മിച്ചതിന് ശേഷം അതിന് പ്രത്യേക ഒരു സ്ഥല സൗകര്യം ഒരുക്കി അത് ചെയ്യണമെന്ന് ഞാൻ നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നതും നമ്മുടെ ആത്മദീപത്തോട് അതിനെക്കുറിച്ച് സംസാരിച്ചിട്ടുമുണ്ട്. അതിൻ്റെ തയ്യാറെടുപ്പുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. പല സസ്യങ്ങളും നമുക്ക് സ്വാതന്ത്ര്യമുള്ള ചില സ്ഥലങ്ങളിൽ നമ്മൾ വാങ്ങിച്ച് സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല എന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ നാഗാർജുനയിൽ നിന്ന് അതിൻ്റെ ഉദ്യോഗസ്ഥന്മാർ വന്ന് ഈ അഭിപ്രായം പറഞ്ഞു. അപ്പം ഞാൻ ഈ ഒരു അവസരത്തിൽ ഇങ്ങനെ ഒരു കാര്യം അവർ വന്നിങ്ങനെ അഭിപ്രായം പറഞ്ഞതാണ്, അവർ നിർബന്ധമായിട്ടൊന്നും പറഞ്ഞതാണ്. പക്ഷേ എൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആഗ്രഹമുള്ളതുകൊണ്ട് ഞാനതിന് താല്പര്യപ്പെട്ട് അതിനുവേണ്ടി ഒരുങ്ങി ഇന്നത്തെ ഈ ദിനത്തിൽ അത് നിർവഹിക്കുവാൻ ഇടയായത് പ്രകൃതി പുരുഷനാകുന്ന ദൈവത്തിൻ്റെ കാരുണ്യമാണ്. നമ്മൾ പ്രകൃതിയോട് കൂടുതൽ കൂടുതൽ ഇണങ്ങി ജീവിക്കുവാൻ ഓരോരുത്തരും പ്രത്യേകമായി കരുതുക. ഒരിക്കലും പ്രകൃതിയിൽ നിന്ന് അകന്ന് ഒരു മനുഷ്യൻ ലോകത്ത് ജീവിക്കാൻ പറ്റില്ല. നിങ്ങൾ തന്നെ ആലോചിച്ചാൽ പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ചില കാര്യങ്ങൾ കാണിക്കുമ്പോൾ നമ്മൾ ഒരു പരിഹാസ്യമായിട്ടായിരിക്കും പറയുന്നത്, ഇവനെന്താ കുരങ്ങിൻ്റെ കൂട്ട്, ഇവനെന്താ നായുടെ കൂട്ട്, ഇവനെന്താ ഇന്നത് കൂട്ട്, ഇവനെന്താ കോഴിയുടെ കൂട്ട്, ഇങ്ങനെയൊക്കെ ആക്ഷേപിച്ച് പറയാറുണ്ട് അല്ലേ? അല്പമായെങ്കിലും ഒരു സാമ്യത അതിൽ ദൃശ്യമാകുന്നത് കൊണ്ടാണ് നമ്മളത് അങ്ങനെ പറയുന്നത്, വെറുതെ പറയുന്നതല്ല. നമുക്ക് ഈ സ്വഭാവങ്ങളൊക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്.
ഈ ലോകത്തിലുള്ള സർവ്വ ചരാചരങ്ങളുടെയും സ്വഭാവം നമ്മുടെ ഉള്ളിലുണ്ട്. എന്തുകൊണ്ട്? നമ്മൾ ഒരിക്കലല്ലെങ്കിൽ പലതവണ ഇതിൽ കൂടി എല്ലാം കടന്നു വന്നവരാണ്. നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല, ആരും അംഗീകരിക്കുമില്ല. ഒരിക്കൽ ഞാനൊരു പാറ്റയായിട്ട് ജന്മം എടുത്തിരുന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കുമോ? ഒരിക്കൽ ഈച്ചയായിരുന്നു എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അംഗീകരിക്കുമോ? ഇവിടെ ഇരിക്കുന്ന സ്വാമിമാർ സമ്മതിക്കും, കാരണം അവരത് വായിച്ച് പഠിച്ചതിൻ്റെ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കിയിരിക്കുന്നവരാണ്. ബാക്കിയുള്ളവർക്ക്, ശാസ്ത്രം പഠിച്ച് വരുന്നവർക്ക് പെട്ടെന്നൊന്നും ഇത് മനസ്സിലാവുകയില്ല, അവർ അംഗീകരിക്കുകയില്ല. പക്ഷെ സത്യം അതാണ് ശുഭാനന്ദ ഗുരുദേവൻ തിരിച്ചെഴുന്നള്ളി വന്ന ആനന്ദജി ഗുരുദേവനിൽ കൂടി ഈ ലോകത്തിന് വീണ്ടും അവതരിപ്പിച്ചു കൊടുത്ത അറിവുകളിൽ പ്രധാനപ്പെട്ട ഒരു കീർത്തനത്തിൽ പറഞ്ഞ വാക്കുകളാണ് ഞാൻ ആദ്യം പറഞ്ഞത്. കോടാനുകോടി ജന്മം ഭൂമിയിലെടുത്തു ഞാൻ, കലിയുഗേ മർത്യജന്മം കരുണയാൽ ദാനം ചെയ്തു. ഭഗവത് കരുണയാൽ ലഭിച്ചതാണ് മനുഷ്യജന്മം. ഈ മനുഷ്യജന്മത്തിൽ നിന്നുകൊണ്ട് അറിയേണ്ടത് അറിയുവാനും ഈ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കുവാനും നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഭഗവത് കാരുണ്യം ഉണ്ടാകട്ടെ എന്ന പ്രാർത്ഥനയോടെ ഞാൻ ഈ ഔഷധ സസ്യം നമ്മുടെ ആത്മദീപത്തിന് കൈമാറിക്കൊണ്ട് ചടങ്ങ് നിർവഹിക്കുകയാണ്. ആത്മദീപം എന്ന് പറയുമ്പോൾ പുതിയ ആളുകൾക്ക് പരിചയമില്ലായിരിക്കും. ഇതാണ് ആത്മദീപം. ഇത് നമ്മുടെ ശുഭാനന്ദ തപോശതാബ്ദി സ്മാരകമായി ഒരു മഹാഗോപുരം ഇവിടെ നിർമ്മിക്കുന്നുണ്ട്. അത് നിർമ്മിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങൾ അന്വേഷിച്ച് അതിൻ്റെ രൂപരേഖയൊക്കെ ഉണ്ടാക്കാനായി തയ്യാറായപ്പോൾ അനേകം സ്ഥപതികൾ ഇവിടെ വന്ന് ഞാൻ പറഞ്ഞ അഭിപ്രായ പ്രകാരം പല രൂപങ്ങളും വരച്ച് എൻ്റെ കൈ കൊണ്ട് തന്നു. പക്ഷെ അതൊന്നും എൻ്റെ ഹൃദയത്തിൽ കണ്ട രീതിയിലായിരുന്നില്ല. അവിടെ ഞാൻ വളരെ ഉത്കണ്ഠാകുലനായിരിക്കുമ്പോഴാണ് നമ്മുടെ ആത്മദീപത്തിലേക്ക് ഈ അറിവ് ഞാൻ പറഞ്ഞു കൊടുക്കുകയും ഒരു തപസ്സോടുകൂടി ഉള്ള ഒരു ജീവിതം കുറച്ചു കാലം ജീവിച്ച് ആ ദർശനമുണ്ടാവുകയും അത് വരച്ച് എൻ്റെ കൈ കൊണ്ട് തരികയും ചെയ്തു. അത് ഞാൻ എൻ്റെ ഹൃദയത്തിൽ കണ്ട അതേ രൂപത്തിലായിരുന്നു ആ ചിത്രം വരച്ചത്. അതാണ് ആത്മദീപത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ അനേകം പ്രത്യേകതകളുണ്ട്. എങ്കിലും ഇപ്പോൾ പരമപ്രധാനമായി നിൽക്കുന്നത് അതുകൊണ്ടാണ് ആ പേരും കൊടുത്തിരിക്കുന്നത്, ആത്മദീപം. കാരണം എൻ്റെ ആത്മാവിൽ കണ്ട രൂപത്തെ പകർത്തുവാൻ, പ്രോജ്വലിപ്പിക്കുവാൻ ഉപയോഗിച്ച ആത്മാവായതുകൊണ്ടാണ് ആത്മദീപം എന്ന് നാമകരണം ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ കയ്യിലേക്ക് ഇത് കൊടുത്തുകൊണ്ട് ചടങ്ങ് നിർവഹിക്കുകയാണ്. ഭഗവത് കാരുണ്യം സർവകർമ്മങ്ങളിലും ഉണ്ടാകട്ടെ. വന്നുചേർന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി നമസ്കാരം അറിയിക്കും. ഭഗവാന്റെ തിരുശബ്ദം നമ്മളെല്ലാവരും കേട്ട് അനുഗ്രഹീതരായിരിക്കുന്ന ഈ വേദിയിൽ ഇതിൻ്റെ ഔഷധ സസ്യങ്ങളുടെ പ്രാധാന്യം രണ്ട് വാക്കുകളിൽ നമ്മെ അറിയിച്ചുകൊണ്ട് ഈ വിതരണോദ്ഘാടന കർമ്മത്തിലേക്ക് പ്രവേശിക്കാം. അതിനുവേണ്ടി നാഗാർജുനയുടെ റീജിയണൽ മാനേജർ ഏറെ പ്രിയങ്കരനായ ശ്രീകുമാർ അവരുടെ വിനയപൂർവ്വം വേദിയിൽ ക്ഷണിക്കുന്നു. ആശ്രമ മഠാധിപതി ബ്രഹ്മശ്രീ ദേവാനന്ദ ഗുരുദേവ തിരുവടികളുടെ വാദത്തിൽ കൈകൊണ്ടുകൊണ്ട് നാഗാർജുന ആയുർവേദ ഇന്നിവിടെ നടപ്പാക്കുന്ന ഔഷധ ഉദ്യാനം അതിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഒരു രണ്ടുപേര് നിങ്ങളോട് സംസാരിക്കാൻ എനിക്ക് അവസരം തന്നു. ദേവാനന്ദ തിരുവടിയോട് ഞാൻ നന്ദി രേഖപ്പെടുത്തുന്നു. മാനവരാശിയുടെ തുടക്കം മുതൽ തന്നെ ഭാരതത്തിൽ ഔഷധ സസ്യങ്ങളെ ഫലപ്രദമായി രോഗനിവാരണങ്ങൾക്ക് ഉപയോഗിച്ചിരുന്നു. വേദങ്ങളിലും ഇതിഹാസങ്ങളിലും ഇതിന് ധാരാളം തെളിവുകളുണ്ട്. മഹത്തായ ആയുർവേദ ശാസ്ത്രം
ഭാരതത്തിൽ ഉരുത്തിരിയാനുണ്ടായ പ്രധാന കാര്യമാണ് നിത്യകലവറയായ നമ്മുടെ ഔഷധ സസ്യസമ്പത്ത്. 10,000-ൽ പരം ഗുണമേന്മയുള്ള ഔഷധ സസ്യങ്ങൾ ഭാരതത്തിൽ സുലഭമായി ലഭിച്ചിരുന്നു. ആയുർവേദത്തിൽ മാത്രമല്ല, യുനാനി, സിദ്ധ, ഹോമിയോപ്പതി, മോഡേൺ ചികിത്സ ഇവയിലെല്ലാം ഔഷധ സസ്യങ്ങളുടെ ആവശ്യകത വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, മുത്തശ്ശി വൈദ്യം അല്ലെങ്കിൽ ഗൃഹവൈദ്യം എന്നറിയപ്പെടുന്ന ഒരു ശാസ്ത്രം തന്നെ നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിരുന്നു. നമ്മുടെ വീടുകളിൽ ഏറ്റവും കൂടുതൽ പ്രായമായ മുത്തശ്ശിമാര് വീട്ടിലെ അംഗങ്ങൾക്ക് പനിയെ, അതേപോലെ തന്നെ മറ്റ് വയറുവേദന, ഇതേപോലെയുള്ള രോഗങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മുടെ വളപ്പിൽ നിന്ന് പല ഔഷധ സസ്യങ്ങളുടെയും ഇലകൾ പറിച്ചു കൊണ്ടുവന്ന് മരുന്നുണ്ടാക്കി കുടുംബാംഗങ്ങൾക്ക് കൊടുക്കുകയും അതോടൊപ്പം തന്നെ പല ഔഷധ സസ്യങ്ങളുടെ ഇല ഇടിച്ചു പിഴിഞ്ഞ് നീരെടുത്ത് എണ്ണ കാച്ചുകയും ചെയ്യുന്ന ഒരു വൈദ്യ സമ്പ്രദായം നമ്മുടെ ഭാരതത്തിൽ ഉണ്ടായിരുന്നു. അടുത്തായിട്ട് സ്വാഗതം ആശംസിക്കാനായിട്ട് ശ്രീമതി മിനി ബിജു അവരുടെ ക്ഷണം. ആത്മപ്രകൃതി
കൂടിയായി സമർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഈ പരമമായ സത്യത്തിന്റെ സാക്ഷാത്കാരമാണ് ഭഗവാൻ ശുദ്ധാനന്ദ ഗുരുദേവൻ കലിയുഗത്തിൽ ഹൽക്കിയായി തിരോധാനം ചെയ്തുകൊണ്ട് താൻ ആത്മാക്കളെ ഉദ്ദേശിക്കുന്നത് ഭൗതികവും ആത്മീയവുമായ ജീവിത വ്യവസ്ഥയാണ്. അന്തിമമായ കലിയുഗത്തിന്റെ രക്ഷാമാർഗമായ നാമസങ്കീർത്തന വ്യവസ്ഥ ആത്മാക്കളിൽ സ്ഥാപിക്കാനുള്ള ബോധമാണ് ശുദ്ധാനന്ദ ഗുരുദേവൻ. ലോകരക്ഷാർത്ഥം ഈ ശരീരങ്ങൾ മാറി മാറി സ്വീകരിച്ചുകൊണ്ട് രോഗാന്തങ്ങളെ വാഴുവാൻ തിരുനിശ്ചയം ചെയ്തു. ആ ശരീരത്തിൽ വാഴുന്ന വാഴ്ചക്കാലത്ത് അന്നത്തെ സാമൂഹിക ചരിത്ര പശ്ചാത്തല വൈകുണ്ഠം മൂലം പൊരുതമ്പുരാന്റെ മഹത്വം അന്ന് പൊരുതമ്പുരാന്റെ ശരീരത്തിൽ നിന്ന വാഴ്ചക്കാലത്ത് ലോകം അറിയാതെ പോയി. ഇന്നിവിടെ ഈ സെമിനാർ ഉദ്ഘാടനം ചെയ്യുവാൻ വേണ്ടി ഭഗവാൻ നിയോഗിക്കപ്പെട്ട് ഇവിടെ എത്തിയിരിക്കുന്ന പ്രൊഫസർ ദിലീപ് കുമാർ സാറാണ്. സാർ ഹെഡ് ഓഫ് ജിയോളജി ഡിപ്പാർട്ട്മെന്റ് കോട്ടയം ഗവൺമെന്റ് കോളേജിലെ ഹെഡാണ്. സാറിനെ ഈ വേദിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. ഭഗവാന്റെ ഉത്തമരായ ഭക്ത സന്താനങ്ങളെയും അടിയന്റെ വ്യക്തിത്വങ്ങളെയും ഹൃദയത്തിന്റെ ഭാഷയിൽ നമസ്കരിച്ചുകൊണ്ട് ഒരു അധ്യക്ഷ പ്രസംഗം എന്നുള്ളതിലേക്ക് കൂടുതൽ നീണ്ടു പോകുന്നില്ല. കാരണം നമ്മുടെ ട്രെയിനിങ് സെന്ററിൽ നിന്ന് വന്നിട്ടുള്ള കുട്ടികൾക്ക് സമയബന്ധിതമായി തിരികെ വീട്ടിലെത്തേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ നമ്മുടെ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ ഓരോരുത്തരും അവരവരുടെ അനുഭവത്തിൽ വന്നിട്ടുള്ള അറിഞ്ഞിട്ടുള്ള അറിവുകളെ സംബന്ധിച്ച് സവിസ്തരം ഇവിടെ പ്രതിപാദിക്കേണ്ടതുണ്ട്. ഈ അവസരത്തിൽ എളിയവനായി എന്നെ സംബന്ധിച്ച് വളരെ ചുരുങ്ങിയ വാക്കുകൾ മാത്രം എൻ്റെ അനുഭവസ്ഥയിൽ വന്ന ഒരു കാര്യം മാത്രം ഇവിടെ അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിൽ വിരമിച്ചുകൊള്ളു. 1988 ഫെബ്രുവരി മാസം ഈ സന്നിധാനത്തിൻ്റെ ഈ കോമ്പൗണ്ടിലേക്ക് കടന്നു വരുമ്പോൾ ഒരു ഈശ്വര വിശ്വാസത്തിൻ്റെ പേരിൽ ഈ കോമ്പൗണ്ടിലേക്ക് കടന്നു വന്നതല്ല. കാരണം എൻ്റെ ജീവിതം എന്നെ പഠിപ്പിച്ച ചില അനുഭവങ്ങൾ മനുഷ്യൻ തമ്മിൽ ആത്മാർത്ഥമായ നിസ്വാർത്ഥമായ പരിശുദ്ധമായ സ്നേഹം അതിൽ കൂടി ഉദിക്കുന്ന പ്രക്രിയ അല്ലെങ്കിൽ പ്രതിഭാസം എന്താണോ അതാണ് ഈശ്വരാവസ്ഥ എന്ന പ്രതിഭാസം എന്ന് വിശ്വസിക്കുകയും അതിനനുസരിച്ച് മനുഷ്യ സ്നേഹത്തിൽ കൂടി പരസ്പരം സ്നേഹിക്കുകയും ആ സ്നേഹവായ്പകളെ അനുഭവിക്കുകയും ചെയ്ത ഒരു അനുഭവസ്ഥനായ എളിയദാസൻ. ഏതായാലും ഭൗതികമായ ഒരു സ്വാർത്ഥമോഹങ്ങളുമായിട്ട് ഈ കോമ്പൗണ്ടിനുള്ളിൽ കടന്നു വരികയും അന്ന് നമ്മളിപ്പോൾ ഈ ഫോട്ടോയിൽ കണ്ട അല്ലെങ്കിൽ ഇപ്പൊ ഈ സർവജ്ഞാനോത്സവം എന്ന നാമത്തിൽ ഇവിടെ നടപ്പാക്കുന്ന ഈ കർമ്മ പദ്ധതികൾക്ക് നിദാനമായ ആ തിരിശരീര വാഴ്ചയിൽ ഈ ഇവിടെ വന്ന് അന്ന് ദൈവരൂപത്തിലല്ല, യഥാർത്ഥത്തിൽ പറഞ്ഞാൽ പച്ചയായി പറഞ്ഞാൽ ഒരു കപട സന്യാസി എന്ന ഉള്ളിൽ അഹങ്കാരത്തോടുകൂടി കണ്ടുകൊണ്ട് ഈ സന്നിധാനത്തേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇന്ന് നിങ്ങളുടെയൊക്കെ മുമ്പിൽ അല്ലെ ലോകത്തിന്റെ മുൻപിൽ ഇപ്രകാരം ഒരു വേഷത്തിൽ നിൽക്കുവാൻ യോഗ്യത നേടിത്തന്ന ആ മഹൽ ശക്തി ഏതാണ് എന്നുള്ളതിനെ കുറിച്ച് മാത്രം ഞാനൊന്ന് സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു. ഈ ലോക പ്രകൃതി പ്രപഞ്ചങ്ങളെ മുഴുവൻ സൃഷ്ടിച്ച ആ സൃഷ്ടിതാവ് തന്നെയാണ് സാക്ഷാൽ ശുഭമായി ആനന്ദരൂപമായി ശുഭാനന്ദരൂപമായി ഈ ഭൂമിയിൽ അവതരിച്ച് മാവേലിക്കൽ ചെറുകോൾ ശ്രീ ശുഭാനന്ദ ആശ്രമത്തിൽ ഇന്ന് വാഴുന്നത് എന്ന് പറഞ്ഞാൽ സാമാന്യ ചിന്തയിലോ സാമാന്യ യുക്തിയിലോ ആർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, എന്റെ മുമ്പിലിരിക്കുന്ന എൻ്റെ കൊച്ചനിയന്മാരും അനിയത്തിമാരും
രോഗം ഇന്ന് വളരെ ആധുനികമായ രംഗത്ത് കൂടി കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇനി അധികം വൈകണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഒരു സ്വിച്ച് അമർത്തിയാൽ അടുക്കളയിൽ ആഹാരം പാചകം ചെയ്ത് സ്വന്തം മേശപ്പുറത്ത് വരുന്ന ഒരു അവസ്ഥയിലേക്ക് ശാസ്ത്രം വളരുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു തലമുറയിൽ കൂടാണ് ഇത് കടന്നു പോകുന്നത്. അടുത്തതായിട്ട് ഇതിൻ്റെ ഉദ്ഘാടന കർമ്മമാണ്. ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്നതിനായിട്ട് ബഹുമാനായ പ്രൊഫസർ ദിലീപ് കുമാർ സാറിനെ വിനയാദരവോട് ക്ഷണിക്കുന്നു. വിഷയം അവതരിപ്പിക്കുന്ന ഡോക്ടർ ജോർജ് മാത്യൂസ്, മോഡറേറ്റേഴ്സ് വിജയകുമാർ കണ്ണന്തര സർ, ശ്രീമതി മിനി ബിജു, പ്രതിഭ പ്രദീപ്, വേദിയിലെ സദസ്സിലിരിക്കുന്ന വിശുദ്ധ വ്യക്തിത്വങ്ങളെ, ഈ സെമിനാറിൽ പങ്കെടുക്കുന്ന ട്രെയിനിങ് കോളേജിലെ വ്യാപരാകുന്ന വിദ്യാർത്ഥികളെ, ശുഭാനന്ദാശ്രമത്തിലെ അംഗങ്ങളെ, പ്രിയമുള്ളവരെ, ബ്രഹ്മശ്രീ ആനന്ദജി ഗുരുദേവ തിരുവടികളുടെ ഉത്രാടം ജന്മ നക്ഷത്ര ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്നിവിടെ ഒരു പരിസ്ഥിതി സംരക്ഷണം എന്ന വിഷയത്തിൽ പ്രകൃതിയുടെ സംരക്ഷണവും ആഗോളതാപനവും പുനരുപയോഗവും ഊർജവും സുസ്ഥിര വികസനവും എന്ന ഒരു പേര് കേൾക്കുമ്പോൾ അല്പം നീണ്ട അല്ലെങ്കിൽ ഒരു ലെങ്തുള്ള ഒരു ടോപ്പിക്കാണെന്ന് നമുക്ക് തോന്നും. എങ്കിൽ കൂടി ഈ ഒരു സർവജ്ഞാനോത്സവത്തിൽ ഇങ്ങനെ ഒരു വിഷയം തിരഞ്ഞെടുത്തത് എന്തുകൊണ്ടും വളരെയധികം സന്തോഷപ്പെടുത്തുന്ന ഒരു കാര്യമാണ്. വെള്ളം ഒരു ഊർജ്ജമാണ്. ആ ഊർജ്ജ സ്രോതസ്സിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യാനുള്ള ആവശ്യകത നമുക്കുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മഴ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ചെറുതിലെ കുഞ്ഞുനാളിലെ കുഞ്ഞു കുട്ടികളെ പഠിപ്പിച്ച് മനസ്സിലാക്കുന്നത്. കാരണം ഇതൊരു പൊതുകാര്യമാണ്. കുഞ്ഞുമക്കൾ മുതൽ എത്രയും പ്രായമുള്ളവർ വരെ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് കുടിവെള്ളം എന്ന് പറയുന്നത്. ഇതൊരു റിസോഴ്സാണ്, എന്നാലും പറഞ്ഞല്ലോ എർത്തിന്റെ റിസോഴ്സാണ്. അപ്പോൾ ഭൂമിയെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യണം, അതുപോലെ എർത്ത് റിസോഴ്സും പ്രൊട്ടക്ട് ചെയ്യണം. ഒരു കൺസെപ്റ്റ് സൊസൈറ്റി അല്ലെങ്കിൽ ഈ സമൂഹത്തെ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റും കാണുന്ന നമ്മൾ പറയപ്പെടുന്ന ഒരു പരിസ്ഥിതി എങ്ങനെ നിലനിൽക്കണമെന്ന് തീരുമാനിക്കേണ്ട ഉത്തരവാദിത്തം ഞാൻ നിങ്ങളുമാണ്, അല്ലേ? നമ്മളാണ് പരിസ്ഥിതിയെ നന്നാക്കുകയും മോശമാക്കുകയും ചെയ്യും. മറ്റുള്ള ഒരു ജീവിയും പരിസ്ഥിതിയായിട്ട് അഡോപ്റ്റ് ചെയ്ത ജീവിക്കും, അല്ലേ? എല്ലാ ജീവിയും പരിസ്ഥിതിയായിട്ട് അഡോപ്റ്റ് ചെയ്യുമ്പോൾ
മനുഷ്യൻ പരിസ്ഥിതിയിൽ നിന്ന് എത്രമാത്രം അകന്നു നിൽക്കാൻ നമ്മൾ ശ്രമിക്കുകയാണ്. ഭൂമിയിൽ നിന്ന് എത്രമാത്രം ഹൈ ഹീൽഡ് ചെരുപ്പിട്ട് വിട്ടു നിൽക്കാമെന്നാണ് നമ്മൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൽ ഭൂമിയിലേക്ക് നടന്ന് ചവിട്ടി നടക്കാനുള്ള ഒരു ബോധം നമ്മുടെ ഉണ്ടാവണം. കാരണം നമ്മുടെ ഇരിക്കുന്ന മണ്ണാണ്, നമ്മുടെ നിലനിൽപ്പിന്റെ ആസ്ഥാനമാണ്. ഈ ബോധം തിരിച്ചറിവ് എല്ലാവരിലും ഉണ്ടാവണം. ഈ ഒരു സർവജ്ഞാനോത്സവത്തില് ഇങ്ങനെ ഒരു വിഷയത്തില് 2 വാക്ക് നിങ്ങളോട് സംസാരിക്കണം. സാർ പറഞ്ഞു, സമിതി പറഞ്ഞു സംസാരിക്കാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനുള്ള സമയമുണ്ടെങ്കിൽ വേണമെങ്കിൽ ഡിസ്കഷൻ, ക്വസ്റ്റ്യൻസ് വേണമെങ്കിൽ അങ്ങനെയൊക്കെ ആവാം. അതിലേക്ക് കടക്കാം. കൂടുതൽ സമയം ഞാൻ അതിക്രമിക്കുന്നില്ല. ഈ പറഞ്ഞ കാര്യങ്ങൾ കുഞ്ഞു മനസ്സിലുണ്ടാവണം, സ്വാമിജിമാരിലും മറ്റുള്ള എല്ലാവരെയും ഉണ്ടാവണം. കാരണം ഇതൊരു സയൻസിന്റെ ബാക്ക്ഗ്രൗണ്ട് കൂടി പറഞ്ഞതുകൊണ്ടായിരിക്കണം. അതുകൊണ്ട് നിങ്ങൾക്കൊരു ഉത്തരവാദിത്വം തോന്നും. നിങ്ങൾക്ക് 100% അത് വിശ്വസിക്കാം, അല്ലേ? എന്താണ് ഭൂമി, ഭൂമിയുടെ നിലനിൽപ്പിന്റെ അതിന്റെ വയസ്സ് തന്നെ കരുതിയാൽ മതി. ഇത്രയും പ്രായമുള്ള ഒരു മനുഷ്യനെ ബുദ്ധിമുട്ടിക്കണോ? ഇതിനെയൊക്കെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്ത് നമ്മുടെ ആവാസ വ്യവസ്ഥയൊക്കെ നിൽക്കണമെന്ന് ആലോചിച്ച് അതിന്റെ വരുംപരായങ്ങളെ പറ്റി ആലോചിച്ച് അത് മുന്നിൽ കണ്ടുള്ള പ്രവർത്തനത്തിലേക്ക് നിങ്ങളേവരും കടന്നു വരണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ശിവാനന്ദാശ്രമത്തിന്റെ ഭഗവാന്റെ പേരിലും നിങ്ങളുടെ ഓരോരുത്തരുടെ കൂടിയുള്ള പേരിലും ഈ സർവജ്ഞാനോത്സവത്തിൽ ബന്ധപ്പെട്ടുള്ള പരിസ്ഥിതി സെമിനാർ ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിച്ചുകൊണ്ട് എൻ്റെ വാക്കുകളെ എത്തുന്നു. നന്ദി, നമസ്കാരം. നമ്മുടെ ഈ നാട്ടില് ഈ നൂറ്റാണ്ടില് ഏറ്റവും അധികം ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വിഷയം ജൈവവൈവിധ്യ സംരക്ഷണമാണ്. ഇതിന് പ്രധാന കാരണം മനുഷ്യന്റെ ജനസംഖ്യയിലുള്ള ഉണ്ടായ വൻ വർധനവാണ്. അതായത് മനുഷ്യനെ ജീവിക്കണമെങ്കിൽ ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ കിട്ടുന്നത് ജൈവവൈവിധ്യത്തിൽ നിന്നാണ്, ഭൂമിയിൽ നിന്നാണ് നമുക്ക് എല്ലാം കിട്ടുന്നത്. എൻ്റെ മുൻപ് പ്രസംഗിച്ചിട്ടുള്ള അദ്ദേഹം പറഞ്ഞു, പ്രൊഫസർ പറഞ്ഞു, അതായത് മനുഷ്യന്റെ ജീവിതത്തിന് ഏറ്റവും ആവശ്യമായിട്ടുള്ള വസ്തുക്കൾ ലഭിക്കുന്നത് ഭൂമിയിൽ നിന്ന് തന്നെയാണ്. ഓർഗാനിക്കായിട്ടുള്ള കൃഷി രീതിയിലേക്ക് നമ്മൾ മാറേണ്ട കാലം അതിക്രമിച്ചിരിക്കുകയാണ്. അപ്പോൾ കീടനാശിനികളും വളങ്ങളും എല്ലാം ഓർഗാനിക്കായിട്ട് മാറുകയാണെങ്കിൽ നമുക്ക് ഈ മണ്ണും ജലവും മാലിന്യത്തിൽ നിന്ന് മുക്തമാക്കാൻ, പോയിസണസ് ആയിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽസിൽ നിന്ന് നമുക്ക് മണ്ണിനെ ജലത്തിനെയൊക്കെ സംരക്ഷിക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ വാഹനങ്ങളുടെ ഉപയോഗം, ഞാൻ പറഞ്ഞല്ലോ, വാഹനപ്പെരുപ്പമാണ് ഏറ്റവും വലിയ ഒരു പ്രധാനപ്പെട്ട ഈ പൊല്യൂഷൻ്റെ കാരണം. അത് ഇങ്ങനെ ഒരു അവസരം തന്ന ഇതിൻ്റെ സംഘാടകരോടുള്ള നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ നന്ദി. ബ്രഹ്മശ്രീ ആനന്ദശ്രീ ഗുരുദേവ തിരുവള്ളിയുടെ ഉത്തരാടം ജന്മനക്ഷത്ര ശതാബ്ദി ഭാഗമായി നടന്നു വരുന്ന സർവജ്ഞാനോത്സവത്തോടനുബന്ധിച്ചുള്ള സെമിനാറാണ് നടന്നുവരുന്നത്. സുസ്ഥിര വികസനം എന്നുള്ളതിന്റെ ഇംഗ്ലീഷ് ഭാഷ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്നാണ്. സ്ഥായിയായ വികസനം, സുസ്ഥിര വികസനം എന്നൊക്കെ പറയുന്നത് ആ വികസനം സ്ഥായിയാക്കിയാക്കാൻ, സുസ്ഥിരമാക്കാൻ എന്തിനാണ് ലക്ഷ്യമിടുന്നത് എന്നുള്ളതിനെ കുറിച്ച് അറിയാം. നമുക്കെല്ലാം അറിയാവുന്ന പോലെ ഒരു വികസന സങ്കല്പം വരുന്നത് സാമ്പത്തിക വളർച്ച നേടാനും സമ്പദ് വ്യവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നതിനുമാണ്. അങ്ങനെ സമ്പദ് വളർച്ച ഉണ്ടാക്കണമെങ്കിൽ ഇവിടെ വിജ്ഞാന അധിഷ്ഠിതമായിട്ടുള്ള കാര്യങ്ങൾ വേണം, പദ്ധതികൾ വേണം, വികസിപ്പിക്കും. അതുകൊണ്ട് ആരോഗ്യകരമായ എല്ലാ അവസ്ഥയും എനിക്ക് ഇത്രയും സംസാരിക്കാൻ ഏതായാലും അവസരം കിട്ടിച്ചത് ഇവിടുത്തെ പോസിറ്റീവ് എനർജി കൊണ്ടാണ് എന്ന് ഞാൻ പരിപൂർണമായി. അതല്ലെങ്കിൽ 2 ഹാർട്ട് അറ്റാക്ക് വന്ന് 5 സ്റ്റെന്റ് നെഞ്ചിൽ പേറുന്ന ഒരാളിന് ഈ 74 വയസ്സിൽ ഇത്രയും നേരം സംസാരിക്കാൻ കഴിയും? ഇല്ല. ഇവിടുത്തെ പോസിറ്റീവ് എനർജിയുടെ മുമ്പിൽ ഞാൻ ഉണങ്ങിക്കൊണ്ട് ഞാൻ
സെമിനാറിന് വിഷയാവതരണം അവതരിപ്പിച്ച ഡോക്ടർ സെമിനാറിന് മോഡറേറ്ററായി നിന്ന ബഹുമാനപ്പെട്ട വിജയകുമാർ കണ്ണങ്കര അവരുടെ വിനയാദപൂർവ്വം ക്ഷണിക്കുന്നു. ഔഷധ സസ്യ വിതരണത്തോടനുബന്ധിച്ച് പ്രിയ സുഹൃത്തുക്കളെ, എനിക്കും ഇന്ന് നമ്മുടെ ഈ ജ്ഞാനോത്സവത്തോടനുബന്ധിച്ച് വളരെ വിശദമായിട്ട് പരിസ്ഥിതി സംരക്ഷണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് 3 ടോക്കുകൾ നടന്നിരിക്കുകയാണ്. പരിസ്ഥിതിയുമായിട്ട് തന്നെ അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് ഞാനിവിടെ പ്രതിപാദിക്കുകയാണ് ഉദ്ദേശിക്കുന്നത്. നാഗാർജുനെ സംബന്ധിച്ച് ഗുണമേന്മയുള്ള ആയുർവേദ ഔഷധങ്ങൾ നിർമ്മിച്ച് ഭാരതത്തിലും വിദേശ രാജ്യങ്ങളിലും എത്തിക്കുന്നതോടൊപ്പം തന്നെ വളരെ പ്രധാനമായിട്ട് ഏറ്റെടുത്തിരിക്കുന്ന ഒരു ഭാഗമാണ് നമ്മുടെ കേരളത്തിൽ മൺമറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട ഔഷധ സസ്യങ്ങളെ സംരക്ഷിക്കുകയും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ബോധവൽക്കരണ പരിപാടികൾ നടത്തുകയും ചെയ്യുക എന്നുള്ളത്. കഴിഞ്ഞ 35 വർഷമായിട്ട് ഏകദേശം 50 ലക്ഷത്തിൽ പരം ഔഷധ സസ്യങ്ങൾ കേരളത്തിലുടനീളമുള്ള കോളേജുകൾ, സ്കൂളുകൾ, അതുപോലെ കർഷക കൂട്ടായ്മകൾ, ആദിവാസി സമൂഹങ്ങൾ ഇവരുടെ സഹകരണത്തോടുകൂടി വെട്ടിപ്പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിൽ നല്ലൊരു ഭാഗവും യാത്ര ചെയ്യുമ്പോൾ വലിയ മരങ്ങളായിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ളത് കാണുമ്പോൾ തന്നെ വളരെ സന്തോഷം തോന്നുന്നു. പല സ്ഥാപനങ്ങളോടനുബന്ധിച്ച് നമ്മുടെ കണിക്കൊന്ന, നീർമരുത്, അശോകം, ആര്യവേപ്പ് ഇങ്ങനെയുള്ള ഒരുപാട് വൃക്ഷങ്ങളും ചെടികളും. അപ്പം കേരളത്തിൽ പൊള്ളലിന് വേണ്ടി ഏറ്റവും എല്ലാ വീടുകളിലും ആവശ്യമുള്ള ഒരു സാധനമാണ് നമ്മുടെ മുറിവെണ്ണ എന്ന് പറയുന്നത്. മുറിവെണ്ണ ഒരു മരുന്നാണ്. മുറിവെണ്ണയിലെ പ്രധാനപ്പെട്ട ജൈവ കറ്റാർവാഴയുടെ നീരാണ് ഏറ്റവും മുറിവെണ്ണ ഉണ്ടാക്കാൻ ആവശ്യമുള്ളത്. അടുത്തത് നമ്മൾ തോട്ടത്തിൽ നട്ട ഒരു ചെടിയാണ് സർപ്പഗന്ധി അല്ലെങ്കിൽ അമൽപുരി എന്ന് പറയും. BP അല്ലെങ്കിൽ പ്രഷർ കുറയ്ക്കാൻ അന്നേ നമ്മുടെ ആചാര്യന്മാർ കണ്ടുപിടിച്ച ചെടിയാണ് സർപ്പഗന്ധി. ഇവിടുത്തെ സർവജ്ഞാന ഉത്സവത്തോടനുബന്ധിച്ച് ഒരു ഹെർബൽ ഗാർഡൻ ഉണ്ടാക്കുവാനും അതേപോലെ തന്നെ ഇങ്ങനെയുള്ള ഒരു കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരുവാനുള്ള അവസരം ഒരുക്കി തന്ന എൻ്റെ സ്വാമിമാരുടെ പ്രത്യേക നാഗാർജുൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തുകയാണ്. ആരാധനീയരായ സ്നേഹസ്വരൂപരായ ഭഗവാൻ ഗുരുദേവനെ മനസ്സിൽ സംസ്കരിച്ചുകൊണ്ടും താൻ സ്വീകരിച്ചു വാഴുന്ന ഓരോരോ തിരുശരീര വാഴ്ചകളെയും നന്ദിയോടെ സ്മരിച്ച് തൃപ്പാദങ്ങൾ വന്നിക്കൊണ്ടും ഇന്നും നമുക്ക് വേണ്ടി വാഴുന്ന നമ്പോൾ ദേവാനന്ദ ഹൃദയ തൃപ്പാദങ്ങൾ വന്നിക്കൊണ്ടും യാഗങ്ങളായ ആദർശധീരരായ സന്യാസ വൃന്ദങ്ങളെ ആഹ്വാനം നമസ്കരിച്ചുകൊണ്ടും ഈ വേദിയിലും സദസ്സിലും ഭക്തരായിരിക്കുന്ന എല്ലാ വിശുദ്ധ വ്യക്തിത്വങ്ങൾക്കും ആത്മന്ത്രങ്ങൾക്കും നമസ്കാരം അറിയിച്ചുകൊണ്ട് സർവപ്രകൃതി പ്രപഞ്ചങ്ങൾക്കും ഉൾക്കാമ്പായി സത്തായി നിലനിൽക്കുന്നത് ആ പരബ്രഹ്മ സ്വരൂപത്തിൻ്റെ മഹാചൈതന്യം തന്നെയാണ് എന്നുള്ള മഹത്തായ അറിവ് ഏതൊരു മനുഷ്യനിൽ നിലനിൽക്കുന്നുവോ അവനൊരിക്കലും ഈ ഭൂമിയിലുള്ള ഒന്നിനെയും നശിപ്പിക്കുവാനോ തള്ളിക്കളയുവാനോ സാധിക്കുകയില്ല. സൃഷ്ടിയിൽ ശ്രേഷ്ഠമായ ജന്മമാണ് മനുഷ്യജന്മം. ഗുരുമുഖത്തു നിന്നും മറ്റു വേദങ്ങളിൽ നിന്നും എല്ലാം നമുക്കത് അറിയാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ തൻ്റെ ചുറ്റുപാടുമുള്ള വൈവിധ്യങ്ങളാർന്ന സൃഷ്ടികളെ കാണുവാനും പഠിക്കുവാനും എല്ലാം മനുഷ്യന് കഴിയുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ അചലങ്ങളായ അഥവാ നഗ്നനേത്രങ്ങൾ കൊണ്ട് പോലും കാണുവാൻ സാധ്യമല്ലാത്ത പലതിനെയും കാണുവാനും അറിയുവാനും അതിലൂടെ പല പരീക്ഷണങ്ങൾ നടത്തുവാനും പല കണ്ടെത്തലുകളിലേക്ക് എത്തുവാനും എല്ലാം മനുഷ്യന് സാധിച്ചിട്ടുണ്ട്. എന്നാൽ അന്വേഷിക്കുന്നവരിലും കണ്ടെത്തുന്നതിനുമെല്ലാം ആത്യന്തികമായി നിലനിൽക്കുന്ന നിത്യവസ്തുവിനെ മാത്രം ഈ പരീക്ഷണങ്ങളിലൂടെ അവന് കണ്ടെത്താൻ സാധിക്കുന്നില്ല. അവിടെയാണ് സൃഷ്ടിസ്ഥിതി സംഹാരമൂർത്തിയായ സർവജ്ഞാന സമ്പൂർണ്ണ രൂപം സദ്ഗുരുവായി ശുഭാനന്ദ നാമത്തിൽ തിരുവതാരം ചെയ്ത് ആത്മജ്ഞാനവുമായി ജന്മാന്തര ജ്ഞാനോപദേശവുമായി ആത്മബോധോദയമെന്ന അതിശ്രേഷ്ഠമായ അറിവിനെ ആദർശത്തെ ഈ ലോകത്തിൽ സ്ഥാപിച്ച് നമ്മെ ഓരോരുത്തരെയും അതിൻ്റെ ഭാഗമാക്കി മാറ്റി ശരീരങ്ങളെല്ലാം തൻ്റെ ഉപകരണങ്ങൾ മാത്രമാണെന്നുള്ള പരമാ
പരിപൂർണ സുദിനങ്ങളുടെ രണ്ടാം ഉത്സവ ദിനത്തിൽ എത്തി നിൽക്കുകയാണ് നാം ഇപ്പോൾ. ഉദ്ഘാടനം ചെയ്ത ദിലീപ് കുമാർ സാർ ഭൂമിയുടെ ഉത്ഭവം, പ്രവർത്തനം, ഭൂമി അഭിമുഖീകരിക്കുന്ന ഭീഷണികൾ, അതിന്റെ സംരക്ഷണം തുടങ്ങിയ കാര്യങ്ങളെ പറ്റിയുള്ള വളരെ വിശദമായ ഒരു ക്ലാസ് എടുത്തു തന്ന ദിലീപ് കുമാർ സാറിനും ആത്മബോധോദയ സംഘത്തിന്റെ പേരിലും ഈ യോഗത്തിന്റെ പേരിലുമുള്ള നന്ദി അറിയിച്ചുകൊള്ളുന്നു. കൂടാതെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാ ആത്മമിത്രങ്ങൾക്കും, നമ്മുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഗീതാനന്ദ സ്വാമിക്കും അതുപോലെ ഓരോരുത്തർക്കും പ്രത്യേകമായുള്ള നന്ദി അറിയിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ഏവർക്കും നന്ദി, നമസ്കാരം. എല്ലാ ദിവസവും നാമസങ്കീർത്തന അർച്ചന എന്ന നാമത്തിൽ നടത്തുന്ന പരിപാടി എന്നീ രണ്ടാം ദിനത്തിൽ നമ്മുടെ ഈ സ്ഥാപനത്തിൽ ഒത്തുജീവിക്കുന്ന അന്തേവാസികളായ സന്താനങ്ങളുടെ അർച്ചനയാണ് നടക്കാൻ പോകുന്നത്. ഈ അന്തേവാസികൾ എന്നതിൻ്റെ പരിപൂർണ അർത്ഥം പലപ്പോഴായി ഞാൻ നമ്മുടെ ആരാധനാവേദികളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. യഥാർത്ഥ അന്തേവാസി ആരാണ്? ഈശ്വരന്റെ അഥവാ ഗുരുവിൻ്റെ അന്തരംഗത്തിൽ ഇടം നേടുന്നവരാണ് യഥാർത്ഥ അന്തേവാസി. അതിൻ്റെ ബാഹ്യ പ്രകടനമാണ് നമ്മൾ സന്നിധാനത്തിൽ ജീവിക്കുന്നവർക്ക് ആ പേരിട്ട് വിളിക്കുന്നത്. ഇത് യഥാർത്ഥമായി ആരിലൊക്കെ സംഭവിക്കുന്നവരാണ് യഥാർത്ഥ അന്തേവാസി എന്ന് പറയുമ്പോൾ സ്റ്റേജിലിരിക്കുന്നവർ മാത്രമല്ല അന്തേവാസികൾ, നിങ്ങളും അന്തേവാസികളാണ്. എങ്ങനെയാണെങ്കിൽ ഗുരുവിൻ്റെ നാമവും നിയമവും പാലിച്ച് ജീവിക്കുന്നവരാണെങ്കിൽ നിങ്ങളും അന്തേവാസികളാണ്. അപ്പോൾ വേദിയിലിരിക്കുന്നവരും താഴെ ഇരിക്കുന്നവരും ഒരേ ഗണത്തിൽപ്പെടുന്നവരാണ് എന്ന് സൂചിപ്പിക്കാനാണ് ഇത് പറഞ്ഞത്. എങ്കിലും ഈ മഹാഗുരു അവതാരമായി വന്ന് ചെയ്യുന്ന ത്യാഗകർമ്മത്തിൻ്റെ അനുബന്ധമായ ഉത്കൃഷ്ട കർമ്മങ്ങൾ ചെയ്യുവാൻ ഭാഗ്യം ലഭിച്ച കോമന സന്താനങ്ങളാണ് ഇപ്പോൾ വേദിയിൽ നിൽക്കുന്നത്. നിങ്ങൾ പലരും അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുവെങ്കിലും വരികയും പോവുകയും ചെയ്യുന്നവരാണ്. ഇതങ്ങനെയല്ല. സ്വന്തം ജീവിതം മുഴുവൻ എൻ്റെ ഗുരുവിൻ്റെ കർമ്മത്തിനായി എന്ന് തീരുമാനിച്ച് നിശ്ചയിച്ച് ഈ സന്നിധാനത്തിൽ ഒത്തുജീവിക്കുന്നവരാണ്. ഈ പലരും ഈ കൂട്ടത്തിൽ വരാതെ പല മേഖലകളിലും ഇപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ പാട്ടിനോട് വലിയ താല്പര്യമില്ലാത്തവർ കുറച്ചൊക്കെ മാറി നിൽക്കുന്നു. എന്ന് പറഞ്ഞാൽ ഒഴിവായി എന്നല്ല, ഏതെങ്കിലും നിന്ന് തള്ളുണ്ടാകും എന്ന് കരുതി അവിടെ ഇവിടെയൊക്കെ നിൽക്കുന്നു. എന്നാലും കുറച്ച് പേർ ചേർന്ന് ഈ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഈ അന്തേവാസികൾ എന്നുള്ള ആ ബഹുമതി സ്വയം അഹങ്കരിക്കാനല്ല, അല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ അഹങ്കരിക്കാനല്ല, ഈശ്വരന്റെ ഹിതാനുവർത്തികളായി ജീവിക്കുവാൻ കഴിയും എന്നുള്ളത് ഈ ജന്മങ്ങളുടെ ഏറ്റവും വലിയ പ്രാധാന്യം തന്നെയാണ്. അപ്രകാരമുള്ള സുഹൃത ജന്മങ്ങൾ ഒത്തുചേർന്നിരുന്ന് ഇന്നത്തെ ഈ നാമസങ്കീർത്തന അർച്ചന നടത്തുമ്പോൾ
ജ്ഞാനശക്തി സ്വീകരിക്കത്തക്കതായ ഒരു സർവശക്തിയുള്ള കാര്യങ്ങളുണ്ട്. ഉന്നതനാകുന്ന ഗുരുവിൻ്റെ നാമത്തിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ആരംഭിച്ച ഈ സർവജ്ഞാനോത്സവം നമ്മുടെ ഗുരുവിന് മാറ്റമില്ല എന്നുള്ള മഹാസത്യത്തെ ഓരോ ഹൃദയങ്ങളിലും അടിയുറപ്പിച്ച ഉന്നതമായ വാഴ്ചയാണ് ഉത്രാടത്തിൽ നമ്മൾ കണ്ടത്. ആ തിരുഛായാചിത്രത്തെ ഒരുക്കി പ്രദർശിച്ചുകൊണ്ടാണ് നമ്മൾ ഈ ശതാബ്ദി ആഘോഷങ്ങൾ ആരംഭിച്ചത്. നിങ്ങളെല്ലാവരും മനം കുളിർത്ത് അത് കാണുന്നുണ്ട് എന്ന് എനിക്കറിയാം. ആരും വ്യക്തിപരമായി എന്നോട് വന്ന് പറഞ്ഞില്ല എങ്കിൽ പോലും നിങ്ങളുടെ മുഖം കാണുമ്പോൾ, നിങ്ങളുടെ മനസ്സുകൾ കാണുമ്പോൾ, നിങ്ങളുടെ ഹൃദയം കാണുമ്പോൾ എനിക്കറിയാൻ കഴിയും. വളരെ സന്തോഷമായി നിങ്ങൾ ആ രൂപത്തെ നോക്കി കാണുന്നു, അതിൽ നിന്ന് ആനന്ദം അനുഭവിക്കുന്നു. അത് നിങ്ങളിൽ നിലനിർത്തുവാനാണ്. ആ വിധത്തിൽ ആരംഭിച്ച ഈ നാമസങ്കീർത്തന അർച്ചന കഴിഞ്ഞ ദിവസം നമ്മുടെ സന്യാസ പരമ്പരകളാണ് അർച്ചന നടത്തിയത്. അവരുടെ വിഷയം ഗുരു എന്നതായിരുന്നു. സൃഷ്ടിക്ക് മുമ്പ് ഉണ്ടായിരുന്നതും സൃഷ്ടിയായി രൂപാന്തരപ്പെട്ടതും മർത്യനായി വാഴുന്നതും സൃഷ്ടികളെല്ലാം അവസാനിച്ചാലും ഉള്ളതായി നിൽക്കുന്നതും ഏകവസ്തുവാണ്, അത് ഗുരുവാണ്. ആ ഗുരു ആദ്യം അല്ലെങ്കിൽ അനാദിയും സ്വയം ഉണർന്ന് താൻ തന്നോട് ചെയ്ത ഏറ്റവും വലിയ കർമ്മമാണ് എന്താണ്? ചിന്ത. താൻ തന്നോട് ചോദിക്കുകയാണ്, ഞാൻ ആരാണ്? അതിൽ താൻ മാത്രമേ ഉള്ളൂ. ഈശ്വരൻ ഏകസ്വരൂപനായി ഏകാന്ത ചിന്തയിൽ വാണിരുന്നു. താൻ ഏകനെ ഒഴികെ യാതൊന്നും ഇല്ലാതിരുന്ന സമയത്ത് താൻ തന്നോട് ചെയ്തത് എന്താണ്? തന്നോട് തന്നെ ചിന്തിച്ചു, താൻ തന്നെ ചിന്തിച്ചു. ഗുരു, ചിന്ത, രണ്ടാമത്തെ വിഷയം അത് തന്നെയാണ്. ഇന്ന് നമ്മുടെ അന്തേവാസികൾ ചിന്ത എന്ന വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തിയുള്ള കീർത്തനങ്ങളാണ് ആരംഭിക്കുന്നത്. അത് അതിന്റെ വിഷയാടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയ കുറച്ച് കീർത്തനങ്ങൾ നിങ്ങൾക്ക് വരിക. ആ കീർത്തനങ്ങൾ സശ്രദ്ധം ഓരോരുത്തരും കേൾക്കുക, അതിൻ്റെ അർത്ഥം കൂടുതൽ ഗ്രഹിക്കുക. കീർത്തനങ്ങൾ വരുന്ന അതിൻ്റെ ഒരു ഒഴുക്ക്, ആദ്യം ഏതാണ്, രണ്ടാമത് ഏതാണ്, മൂന്നാമത് ഏതാണ്, അതിൻ്റെ ആ ഒരു ഒഴുക്ക് അത് നിങ്ങൾ ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. അപ്പോഴാണ് ഇത് ഉത്സവമായി മാറുന്നത്. ഉത്സവം ആഘോഷിക്കാം, ഗാനോത്സവം ആഘോഷിക്കാം, സർവജ്ഞാനോത്സവത്തെ ആത്മാവിൽ ആഘോഷിക്കാം, ഉത്സവം ആഘോഷിക്കാം, ഗാനോത്സവം ആഘോഷിക്കാം, സർവജ്ഞാനോത്സവത്തെ ആത്മാവിൽ ആഘോഷിക്കാം. സർവശക്തനായ എൻ്റെ ഗുരു എന്ന് നിങ്ങൾ ഓരോരുത്തരും ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗുരു, ആ ഗുരു ചിന്തിച്ച ചിന്ത അത് എപ്രകാരമായിരുന്നു? ആദ്യത്തെ ചിന്ത എന്തായിരുന്നു? അതിൽ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ഉന്നതമായി നടന്നത് ശുഭാനന്ദായ നമഃ. ആവശ്യമായ കാര്യങ്ങൾ എന്തെല്ലാം
Amen.
ചിത്തശുദ്ധിയുള്ളവർ സംഭരിക്കും ഗുണങ്ങൾ. ചിത്തശുദ്ധിയുള്ളവർ സംഭരിക്കും ഗുണങ്ങൾ. Namaste.
ധ്യാനിച്ചും മോഹിച്ചും ചിന്തിച്ചും ബന്ധിച്ചും ധ്യാനിച്ചും മോഹിച്ചും ചിന്തിച്ചും ബന്ധിച്ചും ധ്യാനിച്ചും മോഹിച്ചും ചിന്തിച്ചും ബന്ധിച്ചും ധ്യാനിച്ചും മോഹിച്ചും ചിന്തിച്ചും ബന്ധിച്ചും ചിന്തിച്ചാൽ അന്തമില്ലാതുള്ള കാര്യങ്ങളുണ്ട് 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 ചിന്തിച്ചാൽ അന്തമില്ലാതുള്ള കാര്യങ്ങളുണ്ട്
പുനോമന തമ്പുരാൻ തിരുവെഴുന്നള്ളത്തായി വന്ന് അന്വേഷികൾക്ക് വേണ്ടി പ്രദാനം ചെയ്ത ഈ മഹാസ്തുതി സർവശക്തനാണ് പുനതമ്പുരാനെ